ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി അത്? അതെ സർ, അവരുടെ നിശ്ചയം വരെ കഴിഞ്ഞിരിക്കുക. നിശ്ചയല്ലേ കഴിഞ്ഞിട്ടുള്ളൂ? വിവാഹം കഴിച്ച പെൺകുട്ടിയെ ആദ്യ രാത്രി കഴുത്ത് ഞെരിച്ച് കൊന്നിട്ടുള്ളവരുണ്ടല്ലോ. സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. ഇങ്ങനെയൊക്കെ ചോദിക്കാൻ നിങ്ങളെ ആരെ കോമാളി വേഷം കെട്ടി ഇങ്ങോട്ടേക്ക് വിട്ടത്? ഞാൻ ഗാഥാ മാഡത്തിന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു. അവർക്കാർക്കും ഒരു അറിവുമില്ല. എന്ന് പറഞ്ഞാ എന്റെ മോളെ കാണാനില്ല. ഷീസ് മിസ്സിംഗ്. എന്നിട്ട് കൂടെ എന്നെ വിളിച്ചറിയിക്കാനായിട്ട് നിനക്ക് തോന്നിയില്ല? മാഡം ടെൻഷൻ ആവണ്ടെന്ന് കരുതി. എന്റെ മോളുടെ കാര്യത്തിൽ ഞാൻ ടെൻഷൻ ആവും സിനി. നവീന്റെ ഒപ്പം പോകുന്നില്ല നമ്മുടെ അടുത്ത് പറഞ്ഞവള്. കണ്ടിട്ടില്ലെന്ന് നവീൻ പറഞ്ഞ അത് കള്ളമാണ്. ഗാഥയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ നവീൻ തന്നെയായിരിക്കും. പക്ഷെ മാം, നവീൻ വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം, അന്വേഷിക്കാന്നൊക്കെ പറഞ്ഞതാ. അത് നമ്മുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമായിക്കൂടെ? ഞാൻ ഈ വിവാഹത്തിനെതിരാണെന്ന് നവീൻ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ടാ അവൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. എനിക്കൊരിക്കലും ഇത് അനുഭവിച്ചു കൊടുക്കാൻ പറ്റില്ല. മാഡം, മാഡം ഇത് എങ്ങോട്ടാ? പോലീസ് സ്റ്റേഷനിലേക്ക്. അല്ല മാഡം, അതിപ്പോ നോക്ക് സിനി, ഗാഥയുടെ കാര്യത്തിൽ ഒരിക്കലും ഒരാളോടും ഞാൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. എനിക്കെന്റെ മോളെ കണ്ടുപിടിച്ചേ പറ്റൂ. സാറേ, എന്താ? ഒരു പരാതി കൊടുക്കാനായിരുന്നു. ആ സാറിന്റെ കൊടുത്താ മതി. അങ്ങോട്ടേ സാറേ. എന്താ സാറേ, എന്റെ മോളെ കാണാനില്ല. ഒരു പരാതി തരാൻ വന്നതാ. മൂക്കെത്ര വയസ്സുണ്ട്? 22. നിങ്ങളുടെ വീട് എവിടാ? കുട്ടനാട്ടിലെ. കുട്ടനാട്ടിൽ നിന്ന് മോളെന്തിനാ ഇവിടെ വന്നേ? ഇവിടെ പഠിക്കുകയോ ജോലി ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ആണോ? അല്ല, ഒരാളെ കാണാൻ വേണ്ടി വന്നതാ. അവര് തന്നെ മോളെ അപകടപ്പെടുത്തിയെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. എന്റെ ഭർത്താവിനോടൊപ്പാ ചേച്ചിയുടെ മോള് പോയത്. ഓ, അപ്പൊ നിങ്ങളുടെ ഭർത്താവിനൊപ്പം ആണോ ഇവരുടെ മോള് ഒളിച്ചോടിയത്? അയ്യോ അല്ല സാറേ, ചേട്ടനും ഇവരുടെ നാട്ടിൽ തന്നെ ഉള്ളതാ. പരാതി എഴുതി കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല സാറേ. നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യും, പോയി ഒരു പരാതി എഴുതിക്കൊണ്ടു, എന്നിട്ട് CI സാറിനെ കാണാം. പരാതി എഴുതാൻ പുറത്തൊരു പെട്ടിക്കടയുണ്ട്, അവിടെ പറഞ്ഞാൽ മതി. ഡീറ്റെയിൽസും പറയണം, അയാൾ എഴുതി. സാറേ, എത്രയും പെട്ടെന്ന് എന്റെ മോളെ ഒന്ന് നിങ്ങൾ കണ്ടുപിടിക്കാൻ. ആദ്യം പറഞ്ഞത് ചെയ്യൂ. അയ്യോ, തങ്കേച്ചി എന്തു പറ്റി? ഒന്നുമില്ല. മേ കം ഇൻ സർ? യെസ്, വരൂ മാഡം. ഞാൻ സിത്താര ശ്രീനിവാസ്. മാഡത്തെ എനിക്കറിയാലോ, പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മാറ്ററിനാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്റെ മോള് മിസ്സിംഗ് ആണ്. മിസ്സിംഗ് എന്ന് പറഞ്ഞാ ഇവിടെ വെച്ചോ അതോ? ഇവിടെ വെച്ച് തന്നെ. എക്സ്ക്യൂസ് മീ മാഡം. ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. നിസാർ, സിത്താര ശ്രീനിവാസൻ നിങ്ങളെ കാണാൻ വരും. സർ, മാഡം എന്റെ മുമ്പിലുണ്ട്. അവരുടെ മകള് മിസ്സിംഗ് ആണ്. അവരോട് കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയണം. പിന്നെ ഈ പരാതി കൈകാര്യം ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചു വേണം. സർ, ഒരു കാരണവശാലും ഒരു മാധ്യമത്തിലും ഇതൊരു വാർത്തയാകരുത്. അതുമാത്രമല്ല, ഇങ്ങനെ ഒരു പരാതി തന്നിരിക്കുന്നത് സിത്താര ശ്രീനിവാസനാണെന്ന് കാണാതായ പെൺകുട്ടിയോ ഈ കേസുമായി കണക്ട് ചെയ്തു വരുന്ന ആരും അറിയാൻ പാടില്ല. ഓക്കെ സർ. എത്രയും പെട്ടെന്ന് ആ പെൺകുട്ടിയെ കണ്ടെത്തണം. സ്ഥിതിഗതികൾ അപ്പോൾ തന്നെ എന്നെ വിളിച്ചു പറയണം. ചെയ്യാം സർ. ശരി. ACP സാറാ വിളിച്ചത്. മാഡം സാറിനെ വിളിക്കേണ്ട കാര്യമില്ലായിരുന്നു. നേരെ ഇങ്ങോട്ട് പോന്നാലും മാഡത്തിന്റെ പരാതി ഞാൻ പരിഹരിച്ചു തരുമായിരുന്നു. കാര്യങ്ങളുടെ ഗൗരവം നിങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് കുറച്ച് മോളിൽ നിന്ന് വിളിപ്പിക്കുന്നതാണല്ലോ നല്ലത്. പിന്നെ മാഡത്തിന് എന്തെങ്കിലും സംശയം? എനിക്കൊരാളെ സംശയമുണ്ട്, ബട്ട് ഐ എം നോട്ട് ഷുവർ. ആളാരാ? നവീൻ ഗോപാൽ വർമ്മ. ബിസിനസ്മാൻ നവീൻ ഗോപാൽ വർമ്മ? യെസ്.
എന്റെ മോള് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നവീന്റെ ഒപ്പം പോവാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അയാളെ വിളിച്ചു ചോദിച്ചപ്പോ അവർ തമ്മിൽ കണ്ടിട്ടില്ലെന്നാ പറയുന്നത്. അക്കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. മാഡം ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഇപ്പൊ തന്നെ ഞാൻ പോയി അയാളെ കൂട്ടിക്കൊണ്ടുവരാം. ഇവിടെ കൊണ്ടിരുത്തി കാര്യങ്ങൾ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കാം. കാര്യങ്ങള് വ്യക്തമായിട്ട് ACP പറഞ്ഞിട്ടുണ്ടല്ലോ. ഓ യെസ് മാഡം. പരാതി തന്നത് മാഡമാണെന്ന് ആരോടും പറയരുത്. പത്രമാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് പോകരുത്. അത് ഞാൻ നോക്കിക്കൊള്ളാം. താങ്ക് യു. എന്താ സർ? നവീൻ ഗോപാൽ വർമ്മ നിങ്ങളുടെ ആരാ? മകനാണ്. അയാൾ ഇവിടെ ഉണ്ടോ? ഉണ്ട്. അയാളെ വിളിക്ക്. എന്താ സർ? ഒരു പെൺകുട്ടിയുടെ മിസ്സിംഗുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നവീൻ ഗോപാൽ വർമ്മയെ കാണാൻ വന്നതാ. പെൺകുട്ടിയുടെ മിസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ടോ? സാറിന് ചിലപ്പോൾ ആള് തെറ്റിയതായിരിക്കും. നിങ്ങൾ അയാളെ വിളിക്ക്. സാറ് കാര്യം എന്താ വെച്ചാ പറയേ. എന്റെ മകന്റെ പേരിൽ ഇങ്ങനെയൊരു ആരോപണം ഒരിക്കലും ഉണ്ടാവില്ല. നിങ്ങൾ അയാളെ വിളിക്കുന്നോ അതോ ഞങ്ങൾ അകത്ത് കയറി അയാളെ കണ്ടെത്തണോ? വേണ്ട, ഞാനാ നവീൻ ഗോപാൽ വർമ്മ. മിസ്റ്റർ നവീൻ, സിത്താര ശ്രീനിവാസിന്റെ മകൾ ഗാഥ മിസ്സിംഗ് ആണ്. അവൾ വീട്ടിൽ നിന്ന് ഇന്നലെ ഇറങ്ങിയത് നിങ്ങളോടൊപ്പം ചെലവഴിക്കാണ്. അവളെവിടെ? ഇതായിരുന്നു കാര്യം. ഞാനും ഗാഥ ഇന്നലെ തമ്മിൽ കാണാൻ തീരുമാനിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അയാളെ വിളിക്കുമ്പോൾ അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. എന്തായാലും നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം സ്റ്റേഷൻ വരുന്നു വരും. സാർ, എന്റെ പേരിൽ ആരാ സാറിന് പരാതി തന്നത്? ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ സ്റ്റേഷൻ ചെന്നിട്ട് പറയാം. അതെന്ത് മര്യാദ സർ? കാര്യം എന്താന്ന് എന്റെ മകൻ പറഞ്ഞല്ലോ. ഇവൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി അത്. അതെ സർ, അവരുടെ നിശ്ചയം വരെ കഴിഞ്ഞിരിക്കുക. നിശ്ചയല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. വിവാഹം കഴിച്ച പെൺകുട്ടിയെ ആദ്യ രാത്രി കഴുത്ത് ഞെരിച്ച് കൊന്നിട്ടുള്ളവരുണ്ടല്ലോ. സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. ഇങ്ങനെയൊക്കെ ചോദിക്കാൻ നിങ്ങളെ ആരെ കോമാളി വേഷം കെട്ടി ഇങ്ങോട്ടേക്ക് വിട്ടത്? സമൂഹത്തില് കൊള്ളാവുന്ന ഒരു പൊസിഷനിൽ ഇരിക്കുന്നവരാ ഞാനും എന്റെ കുടുംബവും. ഇവിടെ വന്ന് സാറിന്റെ ഇത്തരം ഷോയൊന്നും വേണ്ട. മിസ്റ്റർ നവീൻ, തർക്കിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ബലമായിട്ട് ഞാൻ കൊണ്ടുപോകും. അത് നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടാവുകയുള്ളൂ. സർ, എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? മാന്യമായൊരു ചോദ്യം ചെയ്യലിനാ ഞാൻ ഇയാളെ കൊണ്ടുപോകുന്നത്. അത് ഇയാൾ നിഷേധിക്കുകയാണെങ്കിൽ അതിനർത്ഥം ആ പെൺകുട്ടിയുടെ മിസ്സിംഗിൽ ഇയാൾ കുറ്റക്കാരനാണെന്ന് തന്നെയാ. സർ, അച്ഛാ വേണ്ട. CSRന്റെ ആഗ്രഹം നടക്കട്ടെ. സാറ് പോയിക്കോളൂ. ഞാൻ എന്റെ കാറിൽ സ്റ്റേഷനിലേക്ക് എത്തിക്കോളാം. എനിക്കങ്ങനെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പദവി ഉണ്ടാക്കി തരാനൊന്നും പറ്റില്ല.